ശംഭു എൻ്റെ കൂടെ ഗൈഡായി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. വേണ്ടായിരുന്നു എന്നിപ്പോൾ തോന്നുന്നു. എൻ്റെ റിപ്പോർട്ടിലെ ആദ്യ ഭാഗത്ത് ബംഗാൾ കടുവകളെക്കുറിച്ചുള്ള പഠനമാണ്. മഴ കാരണം ഉൾക്കാടൊക്കെ ചതുപ്പായി. കുറച്ചു നേരത്തെ വരേണ്ടതായിരുന്നു. വൈകിപ്പോയി. ശരിയാ, വൈകി. തിരിച്ചു പോയാലോ? സാരമില്ല, ചതുപ്പുകളിൽ രാജവെമ്പാലയെയും കരിമൂർഖനെയും കാണാം. ബെസ്റ്റ്. എന്താ ഒരു ശബ്ദം? കടുവയാ, ഓടിക്കോ. ആട്. ആടിനെന്താ കാട്ടിൽ കാര്യം? ഹാൻഡ്സപ്പ്, ഹാൻഡ്സപ്പ്. അയ്യോ, നിങ്ങളാരാ? ഞാൻ ബില്ലു. ഞാൻ മല്ലു. നമ്മളാ ചോദ്യം ചോദിക്കേണ്ടത്. മിണ്ടാതിരിക്കെ. തിരിഞ്ഞു നോക്കരുത്. വേഗം നടക്ക്. എങ്ങോട്ട്? കെണിയുടെ അടുത്തു നിന്ന് ദൂരേക്ക്. ആട്, കെണി. അമ്മേ, ഇത് കൊള്ളക്കാരാ. മല്ലു, കൂടാരത്തിൽ നിന്ന് കയറിങ്ങെടുക്ക്. ശരി ബില്ലു. ശിക്കാരി കൂടെ ഉള്ളത് ഭാഗ്യം. തീർന്നു, എല്ലാം തീർന്നു. അയ്യോ. ഗ്രർ. അയ്യോ, കടുവ. വേഗം കൂടാരത്തിലേക്ക് കയറ്. ഗ്രർ. കടുവ മരത്തിൽ കയറിയോ? അത് കടുവയല്ല, എൻ്റെ വയറ്റിൽ നിന്നാ. വിശന്നിട്ടു വയ്യ. മല്ലു, കടുവയെ പിടിക്കുന്നതുവരെ ക്ഷമിക്ക്. അയ്യോ, പറ്റില്ല, വിശക്കുന്നേ. ശരി ശരി. താനല്ലേ ഗൈഡ്, വേഗം പഴങ്ങൾ കാണിച്ചു താ. ശരി. വേഗം നടക്ക്. കഷ്ടം, കൊള്ളക്കാർക്ക് വേണ്ടി പഴം പറിക്കേണ്ട ഗതിയായി. ഇതെന്ത് പഴമാ? എന്തായാലും ഇത് കൊടുക്കാം. ഈ പഴം വേഗം പറിച്ചെടുക്ക്. കൈ നിറയെ പഴവുമായി അവർ കൂടാരത്തിലെത്തി. വിശക്കുന്നേ, ഇങ്ങു താ. തല ചുറ്റുന്നു. എനിക്കും. അവർക്ക് ഉറക്കപ്പഴം കൊടുത്തു അല്ലേ? ഉറക്കപ്പഴമോ? അതെ അതെ. കീ. ദേ കൊള്ളക്കാർ. ആഹാ, ശംഭു കൊള്ളക്കാരെ പിടികൂടി.